നമുക്ക് ഒരു യാത്ര പോവാം. കട്ടപ്പനയിലെ കോഴിക്കോടൻ കട വരെ. മലബാറിലെ ജനപ്രിയ ചായക്കടികളായ 40ഓളം വിഭവങ്ങളും അതുപോലെ വെറൈറ്റി ചായയും ഒക്കെ ഇവിടെ കിട്ടും. കാഴ്ചയുണ്ട്, കുശലം പറയാം, കുറച്ചു നേരമൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പോയിട്ട് വരാം. നമ്മൾ ഇടുക്കിക്കാർ സ്ഥിരമായി ചായക്ക് കഴിക്കുന്ന കുറച്ച് കടികളുണ്ട്. ബോണ്ട, സുഗിയൻ, പഴംപോളി, ഉഴുന്നുവട, പിന്നെ കുറച്ച് ബജ്ജി വിഭവങ്ങളും. ഇതൊക്കെ കഴിച്ച് മടുത്തവർക്കായി കുറേയധികം മലബാറിക്കൻ വിഭവങ്ങൾ ഇറക്കിയിരിക്കുകയാണ് കട്ടപ്പനയിലെ ഈ കാണുന്ന ചായക്കട. എന്തൊക്കെയാണ് ഇവിടെയുള്ള മലബാറൻ വിഭവങ്ങളെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. കട്ടപ്പനയിലെ കോഴിക്കോടൻ കടയിൽ എന്തൊക്കെയുള്ളതെന്ന് അറിയണ്ടേ? ഇറാനിപ്പോളിയുണ്ട്, ബീഫ് ഉന്നക്കായുണ്ട്, ബട്ടർ ബണ്ണുണ്ട്, പഴനിറവുണ്ട്, കേസരിയുണ്ട്, ഉന്നക്കായുണ്ട്, ചട്ടിപ്പത്തിരിയുണ്ട്, തേങ്ങാമൊഴിയുണ്ട്. ഇങ്ങനെ 40ഓളം മലബാറിക്കൻ വിഭവങ്ങളാണ് ഈ കട്ടപ്പനയിലെ കോഴിക്കോടൻ കടയിലുള്ളത്. ഹൈ റേഞ്ചിൽ ഇങ്ങനത്തെ ഉള്ള സ്നാക്സുകൾ കിട്ടാൻ ഒരു സ്ഥലം തന്നെ ഇല്ല. എന്നാൽ ഇതിൽ നിന്ന് നമുക്കൊരു തുടക്കം കുറിക്കാമെന്നുള്ള പ്ലാനിലൂടെയാണ് ഞങ്ങൾ തലശ്ശേരി സ്നാക്സിൻ്റെ കട്ടപ്പനയിൽ എത്തിക്കാമെന്നുള്ള പ്ലാൻ എടുത്തത്. അങ്ങനെയാണ് ഞങ്ങൾ കട്ടപ്പനയിൽ ചായക്കട എന്ന് പറഞ്ഞ് ഈ കട സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ മലബാർ ഐറ്റംസിൻ്റെ കായ്പോള, ഉന്നക്കായ, ഏലാഞ്ചി, സൽക്കാരപ്പെട്ടി, മലബാർ പിസ്സ, മലബാർ പപ്സ് തുടങ്ങിയ 40ഓളം വിഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. വെറൈറ്റി ചായകളായിട്ട് മസാല, ജിഞ്ചർ, ഏലക്ക സ്പെഷ്യൽ എല്ലാം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന പല രുചികളും ഹൈ റേഞ്ചുകാർക്ക് രുചിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ഞങ്ങളുടെ ഈ യാത്രകളിൽ. അപ്പോൾ ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്തിരുന്ന് സംസാരിക്കാൻ, ഒത്തിരി കാര്യങ്ങൾ പറയാനും ഒക്കെ ആളുകൾക്ക് ഒരു ചായ ബ്രേക്ക് ആവശ്യമാണ്. ഈ ചായ ഒരു വികാരമാണ്. ചായ കുടിക്കുമ്പോൾ പറയാൻ കുറേയധികം കഥകളും ഉണ്ടാകും. വിളിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൂടെ ചാടി ഇറങ്ങുന്ന ആ ചായ പാർട്ണറുമായി ഇവിടെ എത്തണം, ചായ കുടിക്കണം, കഥകൾ പറയണം. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളങ്ങനെ എല്ലാവരുടെയും കൂടെ ചായ കുടിക്കാറില്ലല്ലേ? കാരണം ചായ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതരം ബോണ്ടാണ്.